മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭാമാതാവ് പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യം തന്നെ ഏവർക്കും പെന്തക്കോസ്താ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നു. ഇന്നത്തെ വചനഭാഗത്ത് നാം കാണുന്നത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഈശോയാണ്. ചെറുപ്പത്തിലെ ഈ സൂപ്പർ ഹീറോസിൻ്റെയൊക്കെ ഫിലിംസ് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലൊരു ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ സ്പൈഡർമാൻ്റെയൊക്കെ ആ വലിവിടുന്ന ആ ഒരു ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ ചിന്തിച്ചിരിക്കാം. ഈ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അദ്ദേഹം ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറായിരുന്നു. ആരോടും മുഖാമുഖം കണ്ട് സംസാരിക്കാനുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു. ഈ ശക്തി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങി മറ്റുള്ളവരോട് ഫേസ് ടു ഫേസ് ഒക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത്. അതിനുശേഷമാണ് കുറേ പേര് സഹായിക്കാനും രക്ഷിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത്. ഇന്ന് പരിശുദ്ധാത്മാവാണ് നമ്മളെല്ലാവരെയും സൂപ്പർ ഹീറോസ് ആക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. പെന്തക്കോസ്താ ദിനത്തിൽ പേടിച്ച് യഹൂദരെ ഭയന്ന് പേടിച്ച് വരേണ്ടിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരാണ്. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം വെറും മുക്കുവരായിരുന്നു അവർ. വിദ്യാഭ്യാസമൊന്നുമില്ല. അവർ വിജ്ഞാനികളായിട്ട് മാറി. ഭയന്നിരുന്നവരാണ്. മരണത്തെ പോലും ഭയക്കാതെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അവരെ ധൈര്യപ്പെടുത്തിയതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. നമ്മൾ എസ്തപ്പാനോസിനെ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. അദ്ദേഹം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനും തിരുവചനത്തിന് ശുശ്രൂഷ നടത്താനൊക്കെ ആയിട്ട് തുടങ്ങി. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് മരണത്തെ പോലും ഭയപ്പെടാതെ അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ആ മരണത്തെ പോലും ഭയപ്പെടാണ്ട് ശുശ്രൂഷ ചെയ്ത എസ്തപ്പാനോസാണ് നമ്മുടെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി. റോമാ ചക്രവർത്തിമാര് തലങ്ങും വിലങ്ങും ഒരു കാട്ടുമൃഗങ്ങളെ പോലെ നമ്മുടെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവരുടെ വിശ്വാസം ശത്രുക്കളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അവരവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചത്. അതിലേറെ പ്രധാനികളാണ് നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളനും ഗീവർഗീസ് പുണ്യാളനും. സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകം എന്ന കൂദാശ നമ്മുടെ ഓരോരുത്തരുടെയും പന്തപുസ്തകം. ഇത് സ്വീകരിച്ച നമുക്കും ചില കടമകളൊക്കെ ഉണ്ട്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാനും ഏറ്റുപറയുവാനും അതിനെ പ്രചരിപ്പിക്കുവാനുള്ള കടമ. അതിനു വേണ്ടിയിട്ട് നമ്മളാരും നമ്മുടെ ജീവിതമൊന്നും ത്യാഗം ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി ഒരുപക്ഷെ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ അതിനും നമ്മൾ കടപ്പെട്ടവരാണ്. ഒരിക്കലും ഞാനായിരിക്കുന്ന സെമിനാരിൽ നിന്ന് പാസ്റ്റർ പള്ളിയിലേക്ക് പോകുന്ന യാത്രയിൽ ഞാൻ ഒരു ബൈക്കുകാരനെ ലിഫ്റ്റ് അടിച്ചു. ലിഫ്റ്റ് അടിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് അപ്പോൾ തന്നെ നിർത്തി എന്നെ പുള്ളിയുടെ ബൈക്കിൽ കയറ്റി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മഞ്ഞ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, മഞ്ഞ ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ ചന്ദനവും ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അമ്പലത്തിൽ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറുന്ന ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഞാനൊരു ബ്രദറാണെന്ന് പുള്ളിക്ക് ഊഹിക്കാൻ സാധിക്കും. ഞാൻ ബ്രദറാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു ബസ് ഡ്രൈവറാണ്. ഈ വണ്ടി തട്ടേമുട്ടയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞച്ചരടൊക്കെ കണ്ട BJP-കാരോ അങ്ങനത്തെ യൂണിയൻകാരെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ഒരു ക്രിസ്ത്യാനിയാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ സഹായിക്കില്ല. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ പ്രശ്നമൊക്കെ തീർക്കാനായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പോലും ഏറ്റുപറയാനായിട്ട്, ക്രിസ്ത്യാനിയാണെന്ന് പോലും ഏറ്റുപറയാനായിട്ട് സാധിക്കാത്ത ഈ സമയത്ത് നിങ്ങളൊരു കഴുത്തിലൊരു കൊന്തയിട്ടാൽ പോലും അത് വലിയ സാക്ഷ്യമാണ്. നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ബയോ ഉണ്ട്. അവിടെ ഒരു വചനത്തിൻ്റെ കോട്ടിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രഘോഷമാണ്. അവിടെ ജീസസ് ഈസ് ദ ഓൺലി സേവിയർ എന്നൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു പ്രഘോഷമാണ്. നമ്മുടെ നെയ്മർ ജൂനിയറിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അദ്ദേഹം ഒരു കളി വിജയിച്ചതിന് ശേഷം, ഫുട്ബോളാണ്, ആ കളി വിജയിച്ചതിന് ശേഷം അദ്ദേഹം ഒരു മഞ്ഞ ചരടെടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കെട്ടി, എന്നിട്ട് ആ കോട്ടിന് ചുറ്റും നടന്നു. അതിലെഴുതിയിരുന്നത് പേര് ജീസസ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വിജയത്തിനും അതിൻ്റെ പിന്നിലും ഈശോയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരുന്നു. നമ്മുടെ
ഒരു നടനും നല്ലൊരു സംവിധായകനുമായ ജോണി ആന്റണി ഒരിക്കലും മാധ്യമങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു നേട്ടവും എനിക്ക് ആവശ്യമില്ല. ഇതൊരു വലിയ സാക്ഷ്യമാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു: സത്യക്രിസ്ത്യാനികൾ നുണ പറയുക. നന്മ ചെയ്യുമ്പോഴും സത്യം പറയുമ്പോഴും ഒക്കെ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ഈശോയെ ഏറ്റു പറയാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.